സുന്ദരനായി നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരനായി അല്ല പൊന്നോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ മോൻ്റെ സൺഡേ ബാത്താണ് കണ്ടോ. എന്നെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. മമ്മിയുണ്ട്. അല്ല സുന്ദരനാവണ്ടേ പൊന്നു. കുടയല്ലേ പൊന്നോ, ഇങ്ങനെ കുടയല്ലേ. ഈ ഷാമ്പൂ ഒക്കെ തേച്ച് എൻ്റെ പൊന്നിനെ നല്ലവണ്ണം ഷാമ്പൂ ഒക്കെ തേച്ച് കുളിപ്പിക്കട്ടെ. ഇതവൻ്റെ തന്നെ ഷാമ്പൂ ആണ് കേട്ടോ. നമ്മൾ ഡോക്ടർ പറയുന്ന ഷാമ്പൂ ഇട്ട് തന്നെയാണ് കുളിപ്പിക്കുന്നത് താടിയിലൊക്കെ കേട്ടോ. ഇതാണ് ഷാമ്പൂ കേട്ടോ. വെറുതെ ഈ ഷാമ്പൂ ആണ് കേട്ടോ കുളിപ്പിക്കുന്നത്. കാലിൻ്റെ മുട്ടൊക്കെ മോളിൽ പോകുന്നതുകൊണ്ടാണ് ഇത്ര തുടച്ചിരുന്നാലേ അഴിക്കാം. നല്ല മോൻ, സുന്ദരനാവണ്ടേ മോന്. സുന്ദരൻ സുമുഖൻ. നമ്മുടെ മോൻ സുന്ദരനാണ്, ഗുഡ് ബോയ് ആണ്. നല്ല തണുത്ത കാറ്റ് പൊന്നു. ഇവൻ്റെ ചോറ് തണുക്കാൻ വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ട് വേണം ചോറ് കൊടുക്കാൻ. തുടക്ക് നല്ലോണം തുടച്ചിട്ട് വാ. മമ്മി ഡ്രയർ മെഷീനിൽ ആക്കി തരാം. വാ ഉണക്ക തോർത്തോണ്ട് വെച്ചിട്ട് മമ്മി മെഷീനിൽ ഉണക്കി തരാം. അല്ലാതെ പൗഡറൊന്നും ഇടാൻ പറ്റൂല. എടുത്ത് വാ. തുടക്കട്ടെ. ചിക്കൻ തിന്നു കൊടുക്ക്. ഇന്ന് ഓടിയ പോന്. നല്ല വെയിലത്തോണ്ടൊന്ന് ചീകണം കേട്ടോ. സുന്ദരനായി ഓടി. തലയുടെ അവിടെയൊക്കെ കേട്ടോ. ഓടാൻ തുടങ്ങി കണ്ടോ. ഓട്ടം കണ്ടോ. എൻ്റെ അമ്മ, എൻ്റെ പൊന്ന്. അയ്യോ ഓടുന്നുണ്ടോ. ഓട്ട. ശരി, നീ ഓടുന്നേ ഞാൻ കണ്ടടാ. കണ്ട്. തുടക്കട്ടെ ഇതൊക്കെ. വെയിലത്ത് നിൽക്ക്, കുറച്ച് നേരം വെയിലത്ത് നിൽക്ക്. വെയിലൊക്കെ കൊള്ളട്ടെ. ഭയങ്കര തണുപ്പല്ലേ പൊന്നോ. വെയിലത്ത് നിൽക്ക്, കുളിയൊക്കെ കഴിഞ്ഞാലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പതിവ് പോലെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ. ഇന്ന് മോൻ്റെ സൺഡേ ബാത്ത് ഓട്ടോ ഒക്കെ കണ്ടില്ലേ. എല്ലാവരും ഒന്ന് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്കള വിശേഷങ്ങളും കുക്കിംഗ് വീഡിയോയും കൂടെ ഞാൻ ഇതിൽ കൂടെ ഇടുന്നുണ്ട്. കാണണേ ഫ്രണ്ട്സ്. നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരനായി അല്ല പൊന്നോ. ഒരു ഹായ് തന്നേ. എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഹായ് തന്നു. നല്ല സുന്ദരനായി ഇപ്പോൾ കളിക്കുന്നത് കേട്ടോ. ഫുഡൊക്കെ കൊടുത്തു വന്നു കേട്ടോ. മുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫുഡൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ തുടച്ചു. അത് കഴിഞ്ഞതേ ഡ്രസ്സിട്ട് കിടക്കുന്നു. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുക്കിംഗ് വീഡിയോയും കൂടെ കാണുന്നേ നിങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ കുറച്ച് അടുക്കള കാര്യങ്ങളും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ മല്ലിയില ചമ്മന്തി എങ്ങനെ അരക്കണമെന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ. ഇന്ന് നമുക്ക് മല്ലിയിലയും പുതിന ഇലയും കണ്ടില്ലേ, പുതിന ഇലയും മല്ലി ഇലയും കൂടെ ഉള്ളതാണ്
ചമ്മന്തി എങ്ങനെ അരക്കണം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു പിഞ്ച് ഇഞ്ചി, കുറച്ച് തൈര്, ഉപ്പ് കേട്ടോ. പിന്നെ ഞാൻ പുതിന ഇലയും മല്ലി ഇലയും കഴുകി വെച്ചിട്ടുണ്ട്, ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. പുതിന ഇലയും മല്ലി ഇലയും കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കഴുകുമ്പോഴേ നമ്മുടെ മല്ലി ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കാം, പക്ഷേ ഇടയ്ക്കൊക്കെ ചെളിയും മണ്ണൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു വലിയ പാത്രത്തിലിട്ട് നല്ലപോലെ കഴുകണം, അതിൻ്റെ മണ്ണൊക്കെ കളയണേ. എന്നിട്ട് ഞാൻ തണ്ടോട് കൂടിയല്ല കേട്ടോ അരക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇലകൾ ഈ തണ്ടിൽ നിന്ന് ഈ പുതിന ഇലയുടെ ഇലകൾ ഞാൻ എടുക്കും കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ഇലകൾ എടുക്കുവേ, കാണിച്ചു തരാം. അതുപോലെ തന്നെ മല്ലിത്തണ്ടിൻ്റെ തണ്ട് കളഞ്ഞിട്ട് ഇലകൾ എടുക്കും. ഈ ഇലകൾ ഞാൻ ഇങ്ങനെ എടുക്കും, ഈ തണ്ട് കളയണേ. തണ്ട് അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇലകളെടുത്ത് ഇതിലേക്ക് ഇടുക. ഇങ്ങനെ ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണേ. ഇത് ആ ഫ്രണ്ടിൽ ഇതാണ്. ഇത് ഈ തണ്ടിന് അധികം കട്ടിയില്ല, ഈ കട്ടിയുള്ള തണ്ട് ഇടാൻ പാടില്ല. അപ്പം നമ്മളിത് ഇങ്ങനെ ഇതിൻ്റെ ഇലകൾ ഓരോന്ന് എടുത്ത് അതുപോലെ തന്നെ മല്ലി ഇലയുടെ തണ്ട് മാറ്റിയിട്ട് മല്ലി ഇലയുടെ ഇലകളും എടുക്കുക. ഞാൻ കാണിച്ചു തരാം. നല്ലതാണ് കേട്ടോ, ഇതൊക്കെ വയറിന് നല്ലതാണ്. പുതിന ഇല ഭയങ്കര നല്ലതാണ്, അതറിയാമല്ലോ നിങ്ങൾക്കൊക്കെ. അതുപോലെ തന്നെ ഇത് മല്ലി ഇലയുടെ തണ്ടും മാറ്റിയിട്ട് നമ്മൾ ഈ ഇലകൾ എടുക്കുന്നു. ഞാൻ ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇതുപോലെ എടുക്കുക. ഇത് കണ്ടോ. അതുപോലെ ഇലകൾ എടുക്കുക. ഇതൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മല്ലി ഇലയും പുതിന ഇലയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമ്മളത് നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യുക. ഓരോ സീസണിലാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്പിനാച്ചി, ബ്രൊക്കോളി ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ മേടിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇലകളെല്ലാം വേറെ വെച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ഇലകളെല്ലാം ഇത് കണ്ടോ മാറ്റി വെച്ചു. പുതിന ഇലയുടെയും ഇത് കണ്ടോ തണ്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇലകൾ മാത്രം വെച്ചു. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇടുക, മിക്സിയിലെ ജാറിലേക്ക്. അപ്പോൾ ഞാൻ വലിയ ജാറിലേക്കാണ് ഇടുന്നത് കേട്ടോ. എന്നാൽ ചെറിയ ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ചെറിയ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നാൽ നമ്മൾ തൈരും കൂടെ ഇട്ട് അടിക്കും കേട്ടോ ഇതിൽ കൂടെ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മല്ലിയില ചമ്മന്തി എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് 2 തരത്തിലുള്ള ചമ്മന്തി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അതെൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കണ്ടാൽ അറിയാൻ പറ്റും. 2 ദിവസത്തിന് മുമ്പ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പച്ചമുളകും ഇഞ്ചിയും ഇത് കണ്ടോ, ഇഞ്ചിയും പച്ചമുളകും ഇടുന്നു. ഇത് കണ്ടോ, ഇഞ്ചിയും പച്ചമുളകും ഒരു 3-4 വലിയ വെളുത്തുള്ളി. നമ്മളിങ്ങനെ മുളക് ഒന്ന് കീറിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഞാൻ ഒരു 2-3 കറുക്ക് അരച്ചെടുത്തോണ്ട് വന്നിട്ട് ഞാൻ പിന്നെ തൈര് ഒഴിക്കത്തുള്ളേ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്തു. ഇതിൽ ഞാൻ നാരങ്ങയൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നാരങ്ങ ചേർക്കുന്നില്ല. ഒരു 2 അടി അടിച്ചെടുത്തോണ്ട് വരട്ടെ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് സ്പൂണും ഉണ്ട്. ഞാനൊരു വലിയ ജാറിൽ ഇട്ടുകൊണ്ട്, അപ്പോൾ ചെറിയ ജാറിൽ പെട്ടെന്ന് പറ്റും. പക്ഷേ നമ്മൾ തൈരിട്ട് അടിക്കുമ്പോൾ ചെറിയ ജാറിൽ നിന്ന് പൊന്തി പുറത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ജാറിൽ ഇട്ടത്. എന്നിട്ട് ഞാനത് ഒന്നും കൂടെ അടിക്കട്ടെ. അപ്പോൾ ഞാൻ അടിച്ചെടുത്തു. അതിൽ കൂടെ ഞാൻ ഈ തൈരും കൂടെ ഇടുന്നു. കുറച്ച് തൈരേ ഉള്ളൂ കേട്ടോ, നമ്മൾ അത്യാവശ്യത്തിന് ഇടുക. തൈരും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ട് അടിച്ചെടുക്കുക. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പ് ഇനി ഇടാം. കുറച്ച് നേരം അടിക്കണം കേട്ടോ. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഇത് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇത് കണ്ടല്ലോ, ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ കുറേ ഇലകൾ അരച്ചിരുന്നാലും കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടുള്ളൂ. അപ്പോൾ ഇത് പച്ചക്കറിയുടെ കൂട്ടത്തിലാണെങ്കിലും മീനും ഇറച്ചി കൂട്ടത്തിലെ ചമ്മന്തി ഡെയിലി ഇതുപോലെ പുതിന ഇലയും നമ്മുടെ കൊത്തമല്ലി ഇലയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊത്തമല്ലി ഇലയുടെ വീഡിയോ ഞാൻ ചമ്മന്തി അരക്കുന്ന 2 തരത്തിലുള്ള ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്ലേലിസ്റ്റിൽ പോയി കാണുക. ഇത് കൊത്തമല്ലി ഇലയും
നമ്മുടെ പുതിന ഇലയും ചമ്മന്തിയും കൂടെ അല്ല പുതിന ഇലയും തൈരും കൂടെ ഇട്ടുള്ള ചമ്മന്തി. അല്ലാതെ പുതിന ഇലയും മല്ലി ഇലയും നാരങ്ങ ചേർത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ മല്ലിയില പുതിന ഇല ചമ്മന്തി ഇഷ്ടമായെങ്കിലും മറ്റുള്ള മോൻ്റെ വീഡിയോയും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വയറ്റിന് നല്ല സാധനമാണ് കേട്ടോ. പുതിന ഇലയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പുതിന ഇലയുടെ മിൻ്റൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ചമ്മന്തിയൊക്കെ ആയിട്ട് വന്നതാണ് മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.